ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പുതിയൊരു ലോൺ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ഈ ആപ്ലിക്കേഷനിലൂടെ ലോൺ എടുക്കാമെന്ന് പറഞ്ഞുതരാം. സോ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുക്കുക. ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. ഈ ആപ്ലിക്കേഷൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം, എന്നിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ആപ്ലിക്കേഷൻ സാലറിഡ് എംപ്ലോയീസിന് പേഴ്സണൽ ലോൺ ലഭിക്കുന്ന ആപ്ലിക്കേഷനാണ്. സോ നിങ്ങൾ സെൽഫ് എംപ്ലോയ്ഡ് ആണ്, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇൻകം ഇല്ല, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇല്ല, വർക്ക് ഇമെയിൽ ID കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷനിൽ അപ്ലൈ ചെയ്യേണ്ട, ലോൺ കിട്ടത്തില്ല. ഇമെയിൽ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണ് ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് നിന്ന് ലോൺ കിട്ടത്തുള്ളൂ. ആപ്ലിക്കേഷനിലൂടെ നമുക്ക് 2 ലക്ഷം വരെയാണ് പേഴ്സണൽ ലോൺ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് 100% ഓൺലൈൻ പ്രോസസ്സാണ്, വേറെ ഫിസിക്കലായിട്ടുള്ള വെരിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം ഓൺലൈനിൽ തന്നെയാണ് ചെയ്യുന്നത്. 5000 തൊട്ടിട്ട് 2 ലക്ഷം വരെയാണ് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് വരുന്നത് 12% തൊട്ട് 32.5% വരെയാണ് ആനുവലി വരുന്നത്. അതായത് നോർമൽ ലോൺ ആപ്ലിക്കേഷനിൽ വരുന്ന പോലെ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ലോൺ ടെന്യൂർ വരുന്നത് 6 മാസം തൊട്ട് 60 മാസം, 5 വർഷം വരെയുള്ള കാലയളവ് നമുക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ പ്രോസസിംഗ് ഫീസ് വരുന്നത് 5.1% പ്ലസ് GST വരെയാണ്. അതിനിടയ്ക്ക് എത്ര വേണമെങ്കിലും നമുക്ക് വരാം. നിങ്ങളുടെ ലോൺ എമൗണ്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പ്രോസസിംഗ് ഫീസും നിങ്ങളുടെ സിബിലൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് 24 വയസ്സ് വേണം. 24 വയസ്സിന് മേലുള്ളവർക്കാണ് ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് ലോൺ ലഭിക്കത്തുള്ളൂ. മന്ത്ലി 20,000-ന് മേളിൽ ഇൻകം ഉള്ളവർക്കാണ് ലോൺ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കൊടുത്തിട്ടുണ്ട്. ലോൺ അപ്ലൈ ചെയ്യാനായിട്ട് ആധാർ കാർഡും പാൻ കാർഡും ഇൻകം പ്രൂഫായിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ചോദിക്കുന്നുണ്ട്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ലോൺ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ഇമെയിൽ ചോദിക്കും. വർക്ക് ഇമെയിൽ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിൻ്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ NBFC വരുന്നത് മെഹദൂദ് മെർക്കൻഡൈൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് വരുന്നത്. ഇത് ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഏറെക്കുറെ 1 മാസം ആയിട്ടുള്ളൂ. മാർച്ചിൽ ലോഞ്ച് ചെയ്തതാണോ, 1.25 മാസം ആയിട്ടുള്ളൂ. 3 സ്റ്റാർ റേറ്റിംഗ് ഒക്കെയാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്തായാലും ലോൺ എടുക്കുന്നവർ സ്വന്തം റിസ്കിൽ എടുക്കുക. അതായത് തിരിച്ച് റീപേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ലോണും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ അത് അപ്ലൈ ചെയ്യണമെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ EMI കാർഡ്, പേ ലെറ്റർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പേ ലെറ്റർ അല്ലെങ്കിൽ EMI കാർഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റ് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് EMI ഒക്കെ തിരിച്ച് റീപേ ചെയ്യുന്ന രീതിയിൽ ചെയ്തു തരാനായിട്ട് പറ്റും. സോ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഏതാണ് പേ ലെറ്റർ അല്ലെങ്കിൽ ഏതാണ് EMI കാർഡ്, അതിൻ്റെ ലിമിറ്റ് എത്രയാണെന്ന് അയക്കുക. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ക്രെഡിറ്റ് സി എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. അതാണ് ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്, ക്രെഡിറ്റ് സി എന്നാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. RBI അപ്രൂവ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ലോഗിൻ ടു അപ്ലൈ എന്ന് കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലോഗിൻ ചെയ്യാൻ പറയും. അതിന് താഴെ സൈനപ്പ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറും കൊടുത്ത് റിക്വസ്റ്റ് OTP ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരാം. OTP കൊടുത്തുകൊണ്ട് വെരിഫൈ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പാസ്വേഡ് കൊടുക്കാനാണ് പറയുന്നത്. പാസ്വേഡിൽ നമ്പർ, ലോവർ കേസ്, അപ്പർ കേസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വേണം. അതൊക്കെ കൊടുത്തതിന് ശേഷം പെർമിഷൻ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. പെർമിഷൻ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ്, പിൻകോഡ്, എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ്, സാലറി, വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ പേര് പോലുള്ള കാര്യങ്ങൾ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഓൾമോസ്റ്റ് ദർ ജസ്റ്റ് എ മൊമെൻ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്, ഓഫർ ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാനായിട്ട്. ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ഓഫർ വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ വെരിഫൈ ചെയ്യാനായിട്ട് പറയും. അതിനായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്കുകളെ കാണിക്കും. അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഫെച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. OTP കൊടുത്തപ്പോൾ നിങ്ങളുടെ ബാങ്ക് കാണിക്കും. നിങ്ങൾക്ക് ഏതാണോ ബാങ്ക്, ആ ബാങ്ക് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ബാങ്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി എടുത്തോളും. അത് കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു 33,000 ഓഫർ വന്നിട്ടുണ്ട്. 180 മാസത്തേക്കാണ് വരുന്നത്. നമ്മൾ തിരിച്ച് റീപേ ചെയ്യേണ്ട എമൗണ്ട് 36,960 രൂപയാണ്. അവിടെ നമുക്ക് പ്രോസസ്സിംഗ് ഫീസോ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അത് നമ്മൾ അക്സെപ്റ്റ് ഓഫർ കൊടുക്കുകയാണെങ്കിൽ അടുത്ത പേജിലോട്ട് വരും. ഇവിടെയാണ് പണി വരുന്നത്. അതായത് നിങ്ങളൊരു സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ഇമെയിൽ കൊടുത്തുകൊണ്ട് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ നിങ്ങളൊരു സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർക്ക് ഇമെയിൽ ഉണ്ടാവില്ല. ആ ഇമെയിൽ ആയിട്ട് കൊടുത്ത് അത് വെരിഫൈ ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് മസ്റ്റാണ്. ഇതുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. വർക്ക് ഇമെയിൽ ഒക്കെ വേറെ ആ വെബ്സൈറ്റ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാനിതെല്ലാം ട്രൈ ചെയ്തിട്ടില്ല. അങ്ങനെ ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിവിടെ നിന്ന് സ്കിപ്പ് ചെയ്യാം. വർക്ക് ഇമെയിൽ ഉണ്ടെങ്കിൽ അവിടെ കൊടുത്തുകൊണ്ട് അത് വെരിഫൈ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. മുന്നോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത പേജിൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ റെഫറൻസ് ആയിട്ട് 2 പേരുടെ ഡീറ്റെയിൽസ്, കോൺടാക്ട് നമ്പറും കാര്യങ്ങളും കൊടുക്കാൻ പറയും. അത് കൊടുത്തിട്ട് നിങ്ങളുടെ റെസിഡൻസ് അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കണം. പിന്നെ ഡിസ്ബേഴ്സ് ചെയ്യുന്ന ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. KYC, ആധാർ KYC ഉണ്ട്. അതായത് ആധാറിൻ്റെ നമ്പർ കൊടുത്ത് അതിലേക്ക് ഒരു OTP വരും. ആ ലിങ്കഡ് മൊബൈൽ നമ്പറിലേക്ക് അതിൽ ആ OTP കൊടുത്ത് വെരിഫൈ ചെയ്യണം. അതിനുശേഷം ENACH കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ENACH എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി EMI കട്ടാവുന്ന പരിപാടി. അത് കംപ്ലീറ്റ് ചെയ്യണം. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ പറയും. എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് OTP കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. 24 മണിക്കൂറിനുള്ള അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ആയി കിട്ടുന്നതായിരിക്കും. ശേഷം അടുത്ത മാസം തൊട്ട് എഗ്രിമെൻറ്റിൽ EMI ഡേറ്റ് കറക്റ്റായിട്ട് കാണാൻ പറ്റും. EMI ഡേറ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ
നിന്ന് ഫണ്ട് കട്ടായിക്കോളും. എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷനകത്ത് ലോൺ എടുക്കുന്നത്? നിങ്ങൾ സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ വർക്കിന് എംപ്ലോയി ആയിരിക്കണം. പ്ലസ് നിങ്ങൾക്ക് കമ്പനി ഇമെയിൽ ഐ ഡി വേണം, പ്രൊഫഷണൽ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ വർക്ക് ഇമെയിൽ ഐ ഡി എന്നൊക്കെ പറയും. അതുണ്ടെങ്കിൽ അതിൻ്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഈ ആപ്ലിക്കേഷൻ എടുക്കാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടും. ഇപ്പോൾ എനിക്കാണെങ്കിൽ പോലും 33,000 ഓഫർ വന്നിട്ടുണ്ട്. നിങ്ങൾ അത്യാവശ്യം സിബിലും കാര്യങ്ങളുള്ള നല്ലൊരു സാലറിയുള്ള എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടും. ട്രൈ ചെയ്താൽ നോക്കുന്നവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ട്രൈ നോക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിലൂടെ കാണാം. ബൈ.